Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ആഡംബര നൗക മുങ്ങി. ബ്രിട്ടീഷ് ബിൽ ഗേറ്റ്സിനെ അടക്കം 6 പേരെ കാണാതായി. ഇറ്റലിക്ക് തെക്ക് സിസിലി ദ്വീപ് തീരത്ത് കൊടുങ്കാറ്റിൽ ആഡംബര നൗക മുങ്ങി ഒരാൾ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് ടെക് വ്യവസായിയായ പ്രമുഖൻ മൈക്ക് ലിഞ്ച് അടക്കം 6 പേരെ കാണാതെയായി. ലിഞ്ചിന്റെ ഭാര്യയെയും മറ്റു 14 പേരെയും രക്ഷിച്ചു. 184 അടി നീളമുള്ള ബെസിയൻ എന്ന നൗകയിൽ 10 ജീവനക്കാർ ഉൾപ്പെടെ 22 പേരാണ് ഉണ്ടായിരുന്നത്. സിസിലിയുടെ തലസ്ഥാനമായ പലേർമോയിൽ നിന്ന് തിങ്കളാഴ്ച പുലരും മുൻപാണ് നൗക പുറപ്പെട്ടത്. ശക്തമായ കൊടുങ്കാറ്റ് അപ്രതീക്ഷിതമായിരുന്നു. ബ്രിട്ടീഷ് ബിൽ ഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ലിഞ്ച് UK സോഫ്റ്റ്വെയർ മേഖലയിലെ വമ്പന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ കമ്പനിയായ ഓട്ടോണമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ജൂണിലാണ് സാൻ ഫ്രാൻസിസ്കോ കോടതി ലിഞ്ചിനെ കുറ്റവിമുക്തനാക്കിയത്. യൂറോ ഉയരുന്നു. രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. യൂറോ മൂല്യം ഉയരുകയാണ്. ഒരു യൂറോയ്ക്ക് 92.91 ഇന്ത്യൻ രൂപയാണ് ഇന്ന് ലഭിക്കുക. അതേസമയം പൗണ്ടിനെതിരെ 108.91 രൂപയും ഡോളറിനെതിരെ 83.87 രൂപയുമാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഇതേ തുടർന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനയാണ് രൂപയുടെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ക്രൂഡ് പെട്രോളിയവും സ്വർണവും വലിയ തോതിൽ ഡോളറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതും രൂപയെ പിറകിലോട്ട് വലിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യം, ഇസ്രായേൽ ഇറാൻ യുദ്ധഭീഷണി തുടങ്ങിയ കാരണങ്ങളാൽ നാണയ വിപണിയിൽ അപ്രതീക്ഷിത വീഴ്ചകൾ പ്രതീക്ഷിക്കാം. നിലവിലെ ആഗോള സാഹചര്യങ്ങൾ തുടരുന്നതിനാൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാനാണ് സാധ്യത. വർക്ക് ഫ്രം ഹോമിന് പിന്തുണയുമായി ലേബർ ഗവൺമെന്റ്. കാലഹരണപ്പെട്ട സംസ്കാരത്തിന്റെ ഭാഗമാണ് ഓഫീസുകളിൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന രീതിയെന്നാണ് വിമർശനം. ജോലി ഫ്ലെക്സിബിൾ ആകുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് ഗവൺമെന്റിന്റെ വാദം. ദീർഘമായ മണിക്കൂറുകൾ ഓഫീസിലിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. ജോലി ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജോലിക്കാർക്ക് അതിനനുയോജ്യമായ അവകാശം നൽകാനാണ് പുതിയ ഗവൺമെന്റ് പദ്ധതി. നിർദ്ദേശങ്ങൾ പ്രകാരം പുതിയ കോഡ് ഓഫ് പ്രാക്ടീസ് അവതരിപ്പിക്കും. ഇതിൽ സ്റ്റാൻഡേർഡ് ജോലി സമയവും ജോലി സമയത്തിന് പുറത്ത് എംപ്ലോയികളെ ബന്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നിബന്ധനകളും ഉൾപ്പെടുത്തും. UK ഇന്ത്യൻ കുടിയേറ്റ ജോലിക്കാരെ നിഷ്കരുണം അടിമകളായി കാണുന്ന തരത്തിൽ ജോലി ചെയ്യിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യക്ക് പുറമെ ഫിലിപ്പീൻ, ഘാന, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏജന്റുമാരാണ് കുടിയേറ്റക്കാരെ ജോലിക്കായി എത്തിക്കുന്നതെന്ന് BBC നടത്തിയ 3 വർഷത്തെ അന്വേഷണത്തിൽ കണ്ടെത്തി. ചൂഷണത്തിന് വിധേയമായി മനുഷ്യക്കടത്തിൽപ്പെട്ട് മോശം സാഹചര്യങ്ങളിൽ ആധുനിക അടിമത്തത്തിന്റെ ഇരകളായി ഇവർ കഴിഞ്ഞുകൂടുകയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. BBC പുറത്തുവിട്ട ഡോക്യുമെന്ററിയിലാണ് ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന കുടിയേറ്റ ജോലിക്കാരെ ഒരു സ്കോട്ടിഷ് കമ്പനി ഫിഷിംഗ് ബോട്ടുകളിൽ നരകതുല്യമായ അവസ്ഥയിലൂടെ നയിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. സ്റ്റാലിൻ മന്ത്രിസഭയിൽ അഴിച്ചുപണിക്കായി തിരക്കിട്ട നീക്കം. ഉദയനിധി സ്റ്റാലിൻ പുതിയ മുഖ്യമന്ത്രിയാകുമോ? സ്റ്റാലിൻ മന്ത്രിസഭയിൽ അഴിച്ചുപണിക്കായി തിരക്കിട്ട നീക്കം നടക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 3 ആഴ്ചത്തെ US സന്ദർശനത്തിനായി ഓഗസ്റ്റ് 22 പുറപ്പെടുവാനിരിക്കെയാണ് സെക്രട്ടേറിയറ്റിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയായി N മുരുകാനന്ദത്തെ നിയമിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിമാരായി 3 പ്രധാന ഉദ്യോഗസ്ഥരെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. P ഉമാനാഥ്, MS ഷൺമുഖം, അനു ജോർജ് എന്നിവരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിമാരായി നിയമിച്ചത്. അതേസമയം മന്ത്രിസഭയിൽ നടക്കാനിരിക്കുന്ന അഴിച്ചുപണിക്കായാണ് തിരക്കിട്ട് IAS തലപ്പത്ത് മാറ്റം വരുത്തുന്നതെന്നാണ് സൂചന. നിലവിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായ ഉദയനിധി സ്റ്റാലിനെ മന്ത്രിസഭയിൽ രണ്ടാമനാക്കാനാണ് നീക്കം നടക്കുന്നത്. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കോ മറ്റേതെങ്കിലും സുപ്രധാന വകുപ്പിന്റെ ചുമതലയിലേക്കോ മാറ്റുമെന്നാണ് സൂചന. ഇതിനു പുറമെ നിലവിലെ മന്ത്രിസഭയിൽ നിന്ന് ചിലരെ മാറ്റുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ജോയിയുടെ അമ്മയ്ക്ക് 3 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് നൽകും. ശുപാർശ അംഗീകരിച്ചിരിക്കുകയാണ് സർക്കാർ. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും. ഇതു സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. വീട് വെക്കുവാൻ ഉചിതമായ 3 സെന്റിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രനാണ് അറിയിച്ചത്. ജോയിയുടെ അമ്മയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുവാനുള്ള പണികൾക്കിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ല, സ്വകാര്യതയെ ബാധിക്കും, ഇരയ്ക്ക് പിന്തുണ, വേട്ടക്കാരുടെ പോരാട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളിൽ ഇരയ്ക്ക് ഉപാധികളില്ലാത്ത പിന്തുണയും വേട്ടക്കാരോട് സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് പലവട്ടം സർക്കാർ സ്വന്തം പ്രവൃത്തി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗൗരവകരമായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കമ്മിറ്റിയുടെ ശുപാർശ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ശുപാർശ നടപ്പാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരുവാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്ന് പരിഗണിച്ചു. സിനിമയ്ക്കുള്ളിൽ സിനിമകളെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. മാന്യമായ തൊഴിൽ സാഹചര്യവും വേതനവും ഉറപ്പാക്കുവാൻ സംഘടനകൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണാഭരണ പ്രിയരെ ആശങ്കയിലാക്കി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില പുതിയ ഉയരത്തിൽ. $20 ഉയർന്ന ഔൺസിന് $2,524.98 വരെയാണ് വില എത്തിയത്. നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് $2,521.61 കഴിഞ്ഞ ശനിയാഴ്ച രേഖപ്പെടുത്തിയ $2,509 എന്ന റെക്കോർഡ് ഇനി പഴങ്കഥയാണ്. രാജ്യാന്തര വില ഉയരുന്നത് കേരളത്തിനും വില കുതിക്കുവാൻ വഴിയൊരുക്കും. ശനിയാഴ്ച രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് കേരളത്തിന് ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും ഒറ്റയടിക്ക് കൂടിയിരുന്നു. GSTയും ഹോൾമാർക്ക് ഫീസും പണിക്കൂലിയും കൂടി ചേരുമ്പോൾ വില വർധനവ് ഇതിലും അധികമാണ്. ഓണവും വിവാഹ സീസണും അടുത്തിരിക്കെയാണ് വിലക്കയറ്റമെന്നത് ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കും. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കൊരു മടങ്ങിവരവെന്ന മോഹം കൈവിട്ടിട്ടില്ല എന്ന പ്രഖ്യാപനത്തോടെ മഹാരാജ T20 ടൂർണമെന്റിൽ തകർപ്പൻ സെഞ്ചുറിയുമായി കരുൺ നായർ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മഹാരാജ 2020 ലീഗിൽ മംഗളൂരു ഡ്രാഗൺസിനെതിരായ മത്സരത്തിലാണ് മൈസൂരു വാരിയേഴ്സ് നായകനായ കരുൺ നായർ തകർപ്പൻ സെഞ്ചുറിയുമായി ടീമിന്റെ വിജയശില്പിയായത്. കരുൺ നായർ 48 പന്തിൽ 124 റൺസുമായി പുറത്താകാതെ നിന്ന മത്സരത്തിൽ മഴ നിയമപ്രകാരം മൈസൂരു വാരിയേഴ്സ് നേടിയത് 27 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത മൈസൂരു വാരിയേഴ്സ് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 226 റൺസ്. മഴ മൂലം ബംഗളൂരു ഡ്രാഗൺസിന്റെ വിജയലക്ഷ്യം 14 ഓവറിൽ 166 റൺസായി പുനർനിർണയിച്ചുവെങ്കിലും അവർക്ക് നിശ്ചിത ഓവറിൽ നേടാനായത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് മാത്രമാണ്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മൈസൂരു വാരിയേഴ്സിനായി 1 ഡൗണായാണ് കരുൺ നായർ ക്രീസിലെത്തിയത്. തകർത്തടിച്ച് മുന്നേറിയ കരുൺ 48 പന്തിൽ 13 ഫോറും 9 സിക്സും സഹിതമാണ് 124 റൺസ് എടുത്തത്. 3-ാം ഓവറിന്റെ ആദ്യ പന്തിൽ ഓപ്പണർ കാർത്തിക് പുറത്തായതിനു പിന്നാലെയാണ് ക്രീസിലെത്തിയ താരം ഇന്നിംഗ്സ് അവസാനിക്കുമ്പോഴും പുറത്താകാതെ നിന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 109.08 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.